പോകാം. ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയട്ടെ. എന്താ, പറയൂ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഒരു കുഞ്ഞു നമ്പിയോ അല്ലിയോ ഉടനെ വരാൻ പോകുന്നു. അല്ല, നീ അമ്മയാകാൻ പോകുന്നത് മറ്റാർക്കെങ്കിലും അറിയുമോ? ആദ്യം അങ്ങയോട് പറഞ്ഞിട്ട് പിന്നെ അമ്മയോട് പറയാമെന്ന് കരുതി. അഗ്രഹാരങ്ങളിലെ ആചാരങ്ങളും ചിട്ടകളും നിനക്കറിയുമോ? ആവോ, എനിക്കറിയില്ല. എല്ലാം പഠിക്കണം. ബ്രഹ്മസൂക്തങ്ങളും ആഭിചാരങ്ങളും നിറഞ്ഞ ലോകത്ത് നീ എങ്ങനെ? ഈ യാത്ര വേണ്ടിയിരുന്നില്ല. ശ്രേഷ്ഠനായ ബ്രാഹ്മണ, അങ്ങ് അഗ്നിസാക്ഷിയായി വിവാഹം ചെയ്തതാണ് എന്നെ. അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ ഉണ്ടാകുമെന്നും. അല്ലേ, അത്തരം സ്വപ്നങ്ങൾ മനസ്സിൽ വെക്കരുത്. ഈ നമ്പിയുടെ ലക്ഷ്യം വേറെയാണ്. അങ്ങ് എന്താണ് പറയുന്നത്? എനിക്ക് ഭയമാകുന്നു. നമ്മൾ പിരിയേണ്ട സമയമായി. ഈ വനമധ്യത്തിൽ എന്നെ തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞാനല്ല, നീ പോകുന്നു. അമ്മ പറഞ്ഞത് അത്രയും സത്യമാണ്. ദുഷ്ട, എന്റെ സമ്പത്തും ആഭരണങ്ങളും എല്ലാം നമുക്കല്ലേ? നമ്മൾക്കല്ല, എനിക്ക്. അരുതേ, അരുതേ, നിങ്ങളിത് ചെയ്യരുതേ. നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ ഒന്നും ചെയ്യരുതേ. ദുഷ്ട, എന്നോളം നിന്നെ സ്നേഹിച്ച എനിക്ക് തന്നെ ശിക്ഷയോ മരണം. വഞ്ചിക്കപ്പെട്ട ഏതൊരു സ്ത്രീക്കും ജീവിക്കാൻ ഒരവസരം തരും ഈശ്വരൻ. ഇതാ, ഞാൻ നിന്നെ ശപിക്കുന്നു. ഇന്ന് രാത്രി നീ മുഴുമിപ്പിക്കില്ല. നാഗദംശനത്താൽ നീ മരിക്കും. നിനക്കിനി ഒരു മനുഷ്യജന്മമുണ്ടെങ്കിൽ നിന്നെ ഞാൻ വധിക്കും. എന്റെ ദാഹം നിനക്കറിയില്ല. സർവനാശം. എടാ നമ്പി, എന്റെ ഭർത്താവായി ചമഞ്ഞ് എന്നെ ക്രൂരമായി ഇല്ലാതാക്കിയ നമ്പിയുടെ പുനർജന്മമാണ് നീ. ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിനാണ്. എന്നെ വെറുതെ വിടൂ, ഞാൻ എന്ത് വേണമെങ്കിലും നൽകാം. നിന്നോട് ഇതിലും കൂടുതൽ ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ നമ്പി? വഞ്ചിക്കപ്പെട്ട ഏതൊരു സ്ത്രീക്കും ഒരിക്കലെങ്കിലും ജയിക്കാൻ ഒരവസരം വരുമെന്ന്. നീ അത് മറന്നോ? നിന്റെ ചുടുചോര എനിക്കാവോളം പാനം ചെയ്യണം. നീലി, നിർത്തുക നിന്റെ പരാക്രമം. ആരാണ് നീ? ഞാനൊരു വഴിപോക്കൻ. ഇനി ആരുടെയും കരച്ചിലൂടെ ഉണ്ടാവില്ല. കരച്ചിലുണ്ടാവില്ല പോലും. ഞാൻ ഉള്ളിടത്തോളം കാലം കരച്ചിലുണ്ടാവുക തന്നെ ചെയ്യും. കാണണോ നിനക്ക്? ക്രിയകൾ കുറവാണ് നമുക്ക്, കർമ്മത്തിലാണ് വിശ്വാസം. കാണട്ടെ നിന്റെ ശക്തി. നീ ശക്തനാണെങ്കിൽ എന്നെ തളച്ചുകൊള്ളുക. നീ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്നവനല്ല ഞാൻ. നീ മുൻജന്മത്തിൽ അല്ലിയായി കൊല ചെയ്യപ്പെട്ട പ്രതികാരദാഹിയായി ജനങ്ങളെ ഭീതിയിലാക്കി വിലയിക്കുന്ന യക്ഷിയായ നീലി, എന്റെ അടുത്ത് വരുവിൻ. എന്നെ തളയ്ക്കാൻ ആർക്കും കഴിയില്ല. നിർത്തൂ നിന്റെ പരാക്രമം. നീ ഞാൻ പറയുന്നത് കേൾക്കുക. നിന്റെ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ആ പൈതൽ നിനക്ക് അല്ല, അല്ലിക്ക് ജനിക്കാതെ പോയ നിന്റെ ജീവന്റെ അംശം. ഇല്ല, ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. അവൾ എന്റെ കുഞ്ഞു. അതെങ്ങനെ? ഞാൻ ആരാണ്? എന്റെ ശരീരം, എന്റെ ജീവൻ, എന്റെ ആത്മാവ്, ഞാൻ എവിടെയാണ്? ഞാൻ ശൂന്യമാണോ? നീ എന്റെ കണ്ണിൽ നോക്കൂ. ശൂന്യമാണ് ശരീരം. നീ നിത്യതയിൽ ലയിക്കാത്തിടത്തോളം കാലം പിശാചെന്ന് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ പറയും. ഞാൻ പിശാചോ? എന്റെ പിറക്കാതെ പോയ കുരുന്നിന്റെ ആത്മാവും ഇവിടെയാണ്. എന്നെ ഈ ദേശത്ത് കഴിഞ്ഞുകൊള്ളുവാൻ അനുവദിക്കണം. പഴവന്നുറന്ന ഈ ദേശത്ത് ഇവിടെ കുടികൊള്ളുക. യക്ഷിയായിട്ടല്ല,
അമ്മയെപ്പോലെ ഇവിടെ വരുന്ന മനുഷ്യരാശിക്ക് അദൃശ്യമായി നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ കൊടുത്ത് ഇവിടെ വസിച്ചുകൊള്ളുക. എല്ലാം അങ്ങയുടെ ഇച്ഛ പോലെ. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരു നീലി ആവർത്തിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. പല വീടുകളിലും എത്ര അല്ലിമാരും നമ്പിമാരും ഇന്നും ജീവിക്കുന്നുണ്ട്. ഇനി ഒരു സ്ത്രീക്ക് നേരെയും ഒരു നമ്പി പോലും തിരിയാതിരിക്കട്ടെ. അത് നമ്മൾ അനുവദിക്കാൻ പാടില്ല. അതാവട്ടെ ഓരോ പുരുഷന്റെയും